കുന്നുകൾ പോലെ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന കെട്ടിടങ്ങൾ നീ കാണുന്നുണ്ടോ? വലിയൊരു മരത്തിന് ചോട്ടിലേക്ക് ഞാൻ പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ പുതിയൊരു പങ്കാളികളുണ്ട്. പക്ഷെ അവൾക്ക് വില കൂടിയ എണ്ണയുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും മണമാണ്. അപ്പോഴും അവളുടെ ശരീരത്തിൽ മണത്തെയാണ്. അവളുടെ ശരീരത്തിൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ മണത്തെയാണ്.
സൈനിക ക്യാമ്പിലൊക്കെ ഒരു കള്ളൻസ് കൂടി. അതാ ആ കുത്തിക്കാട്ടിൽ ഒരു നായ തന്റെ യജമാനൻ ചുമക്കാൻ അവനെ കണ്ടതും അലറി. നീ ഇന്നലെ ആരുടെ ചൂമക്കാൻ പോയതാണ്? നായ ഓടി ഓടി അതിർത്തിയിലേക്ക് കാലെടുത്ത് കുത്തിയതും നാടക സംഘത്തെ അവർ തന്നെ സ്വയം പരിചയപ്പെടുത്തും. എൻ്റെ പേര് നിഷാദ് ഖാസി. ഷിബിൻ പർവത്. ഗായത്രി ബാബു. കല്ലു കല്യാണി. ഞങ്ങളുടെ നാടകം കാണാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ കൾട്ടിൻ്റെ പേരിലും സ്കൂൾ ഓഫ് ഡ്രാമയുടെ പേരിലും ഞങ്ങളുടെ തമാശ ടീമിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളുടെ ക്രൂവിനെ പരിചയപ്പെടുത്താം. ഞങ്ങളുടെ ആക്ടറാണ് ശരത് മറാക്കി. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ നാടകത്തിൽ അഭിനയിക്കേണ്ടത്. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി കയറാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളെ വന്ന് സഹായിച്ച ആക്ടറാണ് വിശാഖ് വാസു. ഒരു ദിവസത്തെ മാത്രം റിഹേഴ്സൽ കൊണ്ട് സ്റ്റേജിൽ കയറിയ ആളാണ്. അപ്പോൾ അവനോടുള്ള കടപ്പാട് ഞങ്ങൾ ഈ വേദിയിൽ അറിയിക്കുന്നു. ഇനി ഞങ്ങളുടെ ഈ നാടകം പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആക്ടേഴ്സിനെ ഒന്ന് പറയാം. ഗാർഗി അനന്തൻ, അശ്വതി രാജ്, അവര് ആണ് ഈ ടീമിൽ ഈ ഡിവൈസ്ഡ് പെർഫോമൻസിനെ ഒരുക്കിയെടുക്കാൻ പ്രോസസ്സിലുണ്ടായിരുന്ന ആക്ടേഴ്സ്. പിന്നീട് വന്നവരാണ്. ഇവർ സ്വയം പരിചയപ്പെടുത്തും. ഞങ്ങളുടെ സ്റ്റേജ് മാനേജർ മുന്നേ ഉണ്ടായിരുന്നത് സുബിനാണ്. ഇപ്പോൾ ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് മാനേജർ ആൻഡ് ലൈറ്റ് എക്സിക്യൂഷൻ അജു. പ്ലീസ് കം. ഇനി ഇവർ സ്വയം പരിചയപ്പെടുത്തും. സോറി, ഞാൻ കുറച്ച് കട്ടായിട്ട്. ഇനി ഈ നാടകത്തിൻ്റെ ഞങ്ങളുടെ ഡയറക്ടർ നീലമാൻ ചൗധരി. ആളിവിടെ ഇല്ല. ഞങ്ങൾ പഞ്ചാബിൽ പോയിട്ട് ഒരു മാസത്തെ റിഹേഴ്സലിലൂടെ ഉണ്ടാക്കിയെടുത്ത പെർഫോമൻസ് ആണിത്. മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ത്യ പാക് വിഭജന സമയത്തുണ്ടായിരുന്ന മഹാനായ എഴുത്തുകാരനായ സാദത്ത് ഹസൻ മണ്ടോയുടെ 5 ചെറുകഥകളെ ആസ്പദമാക്കി ഡിവൈസ് ചെയ്തെടുത്ത ഒരു ആന്തോളജി പെർഫോമൻസ് ആണ് ഇപ്പോൾ ഞങ്ങളിവിടെ കാഴ്ചവെച്ചത്. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പുരോഗമന കലാസാഹിത്യ വേദിയുടെ സംഘാടകരോടും ഞങ്ങളുടെ ഇവിടെ ടെക്നിക്കലി ഞങ്ങളെ സഹായിച്ച ഈ ഇൻവിസിബിൾ ലൈറ്റ് സൊല്യൂഷനെയും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഫാക്കൾട്ടി കോർഡിനേറ്റർ ആയിട്ടുള്ള വിപിൻ മനേത്ത് സാർ ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് കം. ഞങ്ങളെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഒരുക്കി തരുന്നത്, ഞങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഒക്കെ വിപിൻ സാറാണ്. അപ്പോൾ പ്ലീസ് കം. ഇനി ഞങ്ങളുടെ വലിയ ഒരു സപ്പോർട്ടീവ് പില്ലറാണ് ഞങ്ങളുടെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ അഭിലാഷ് സാർ. അഭിലാഷ് സാർ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം ഒരു കൾട്ട് പ്രൊഡക്ഷൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സംഭവിച്ചത്. അപ്പോൾ അഭിലാഷ് സാറ് വേദിയിലുണ്ടെങ്കിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിലാഷ് സാർ പ്ലീസ് കം.
അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ മറ്റ് അധ്യാപകരെയും അനധ്യാപകരെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കാരണം അവിടെ റിഹേഴ്സലിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും സപ്പോർട്ടും ഒക്കെ തരുന്നത് സ്കൂളിലെ സ്റ്റുഡൻസും അധ്യാപകരും അനധ്യാപകരും ഒക്കെയാണ്. അപ്പോൾ താങ്ക് യു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഡോക്ടർ അമ്രി ടീച്ചർ ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് കം. നാരായൺ മാഷ് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വേദിയിലേക്ക് ഒന്ന് വരണം. ഇങ്ങനത്തെ ഒരു സ്റ്റേജ് കൾട്ടിന് ഈ ടീമിന് കിട്ടുന്നതും സ്കൂൾ ഓഫ് ഡ്രാമയ്ക്കും ഞങ്ങൾ വേറെ പല രീതിയിലും നാടകങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. ഈ കാലഘട്ടത്തിൽ ഒരു നാടകം മുമ്പോട്ട് കൊണ്ടുപോവുക, ഇതിപ്പം എനിക്ക് തോന്നുന്നു 2ാമത്തെ കൊല്ലമാണ് ഈ നാടകം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നാടകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഷോസ് കിട്ടുക, പിന്നെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഈ കൾട്ട് കൺസീവ് ചെയ്ത സമയത്ത് ശങ്കരപ്പിള്ള സാറ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് റിജുവനേറ്റ് ചെയ്ത് അതിന് വേറൊരു വിഷനിൽ കൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നൊരു സംഗതിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രോസസ്സിലാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടും ഇനിയും മുമ്പോട്ട് വേണം. ഇതുപോലത്തെ ഷോസ് കിട്ടുവാണെങ്കിൽ ഇനിയും സ്കൂൾ ഓഫ് ഡ്രാമയും ഗ്രാജുവേറ്റ്സും എല്ലാവർക്കും കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും തിയേറ്ററിലും എല്ലാവർക്കും കൂടി നല്ലതാണ്. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ ടു ഓൾ ദ ഓഡിയൻസ് ആൻഡ് ടു ദ ഓർഗനൈസേഴ്സ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ഫോർ ദി ഗ്രൂപ്പ്. 4 പേര് കൊണ്ട് അതിഗംഭീരമായ ദൃശ്യവിസ്മയമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. മാത്രമല്ല ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള വിഷയങ്ങൾ ഏറ്റവും ധീരമായ രീതിയിൽ അവതരിപ്പിച്ച ശരീരഭാഷയുടെ അസാമാന്യമായ വെളിപ്പെടുത്തലാണ് നടന്നത്. താങ്ക്സ് എ ലോട്ട് ടു ഓൾ ക്രൂസ് ആൻഡ് ആക്ടേഴ്സ്. താങ്ക് യു. എല്ലാവർക്കും നാടകം കാണാൻ വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പുരോഗമന സാഹിത്യ സംഘം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ.